Hi friends, welcome to Physics by Grace YouTube channel. This is Saju K. John from Grace Institute of Advanced Physics. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ജനറലൈസ്ഡ് കോർഡിനേറ്റ്സ് ആൻഡ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്നുള്ള ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുക. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കൺസ്ട്രെയിൻസിനെ പറ്റി ഡിസ്കസ് ചെയ്തിരുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ജനറലൈസ്ഡ് കോർഡിനേറ്റ്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ടോപ്പിക്കിലേക്ക് പോകാം. എന്താണ് ജനറലൈസ്ഡ് കോർഡിനേറ്റ്സ്? ഡെഫിനിഷൻ ഇങ്ങനെ പറയുന്നത്, ജനറലൈസ്ഡ് കോർഡിനേറ്റ്സ് ആർ ദ മിനിമം നമ്പർ ഓഫ് ഇൻഡിപെൻഡൻറ്റ് കോർഡിനേറ്റ്സ് റിക്വയർഡ് ടു ഡിസ്ക്രൈബ് ദ സിസ്റ്റം കംപ്ലീറ്റ്ലി. ഓക്കെ, ഒരു സിസ്റ്റത്തെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ഉള്ള, സിസ്റ്റത്തിൻ്റെ മോഷൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു മിനിമം നമ്പർ ഓഫ് ഇൻഡിപെൻഡൻറ്റ് കോർഡിനേറ്റ്സ്. നമുക്ക് എക്സാമ്പിൾസ് നോക്കാം. ഒരു പാർട്ടിക്കിൾ ഒരു സർക്കിളിൽ മൂവ് ചെയ്യാന്നിരിക്കുക. എ പാർട്ടിക്കിൾ ഇസ് മൂവിങ് ഓൺ ദ സർക്കംഫറൻസ് ഓഫ് എ സർക്കിൾ. ഇതാണ് പാർട്ടിക്കിൾ that is moving on a circle. ഓക്കെ, ആ കേസിൽ ഇതിൻ്റെ കോർഡിനേറ്റ്സ് എത്രയാണ്? അതൊരു പ്ലാനർ മോഷനാണ് അല്ലേ, പ്ലെയിനിലുള്ള മോഷനാണ്. അപ്പോൾ ഇതിൻ്റെ കോർഡിനേറ്റ്സ് സാധാരണ എക്സ് കോർഡിനേറ്റ് വരും, വൈ കോർഡിനേറ്റ് വരും. പക്ഷെ നമുക്കൊരു കാര്യം അറിയാം, ഈ പാർട്ടിക്കിൾ മൂവ് ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് മൂവിങ് ഓൺ എ ഫിക്സഡ് സർക്കിൾ. ഒരു പെർട്ടിക്കുലർ സർക്കിൾ എന്ന് പറയുമ്പോൾ അതിനൊരു പെർട്ടിക്കുലർ റേഡിയസ് ഉണ്ട്. 5 സെൻറ്റിമീറ്ററോ 6 സെൻറ്റിമീറ്ററോ ഒരു പെർട്ടിക്കുലർ റേഡിയസ് ഉണ്ട്. സോ റേഡിയസ് ഇസ് ഫിക്സ്ഡ്. അതുകൊണ്ട് തന്നെ ദർ ഇസ് എ റിലേഷൻ ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ അല്ലേ. പാർട്ടിക്കിൾ ഈ സർക്കിളിൽ മൂവ് ചെയ്യുമ്പോൾ ഇറ്റ് ഓൾവേസ് ഒബേസ് ദ ഇക്വേഷൻ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ. കറക്റ്റ് അല്ലേ? അപ്പോൾ ഇവിടെ എക്സും വൈയും ഇൻഡിപെൻഡൻറ്റ് കോർഡിനേറ്റ്സ് ആണോ? അല്ല. എക്സ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വൈ കണ്ടുപിടിക്കാൻ പറ്റും, ഈ റിലേഷൻ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ആറിനൊരു ഫിക്സഡ് വാല്യൂ ഉണ്ടാവും. അപ്പോൾ ആർ ഈക്വൽ ടു 5 ആണെങ്കിൽ ആർ സ്ക്വയർ എന്നുള്ള 25 ആയിരിക്കും. അപ്പോൾ നമുക്ക് വൈ എന്നുള്ളത് വൈ സ്ക്വയർ ഈസ് 25 മൈനസ് എക്സ് സ്ക്വയർ എന്ന് എഴുതാം. അപ്പോൾ ഇത് നമുക്ക് വൈ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. സോ ഇവിടെ രണ്ട് കോർഡിനേറ്റ്സ് ആണുള്ളതെങ്കിലും ഒരെണ്ണം ഇൻഡിപെൻഡൻറ്റ് കോർഡിനേറ്റ്സ് ആണ്. എക്സ് മാത്രം നമുക്ക് അങ്ങനെ എടുക്കാം, എക്സ് മാത്രം ഇൻഡിപെൻഡൻറ്റ് കോർഡിനേറ്റ്സ്, വൈ ഇസ് എ ഡിപെൻഡൻറ്റ് കോർഡിനേറ്റ്. സോ ഇവിടുത്തെ ജനറലൈസ്ഡ് കോർഡിനേറ്റ് ആയിട്ട് വരുന്ന എക്സ് മാത്രമാണ്. ഓക്കെ, എക്സ് ഈസ് ദ ജനറലൈസ്ഡ് കോർഡിനേറ്റ്. ഓക്കെ, അപ്പോൾ എക്സ് കൊണ്ട് നമുക്ക് ഈ സിസ്റ്റത്തെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. എക്സ് മാത്രം മതി. ഇനി നമുക്ക് ഇതേ സിസ്റ്റം തന്നെ പോളാർ കോർഡിനേറ്റ്സിൽ, പ്ലെയിൻ പോളാർ കോർഡിനേറ്റ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. നമുക്കറിയാം പ്ലെയിൻ പോളാർ കോർഡിനേറ്റ്സ് എന്ന് പറയുമ്പോൾ ആർ തീറ്റ കോർഡിനേറ്റ്സ് ആണ് അല്ലേ. ആർ തീറ്റ ഒരു പാർട്ടിക്കിൾ ഒരു പെർട്ടിക്കുലർ പോയിന്റിലുണ്ടെങ്കിൽ ഒറിജിനുള്ള ഡിസ്റ്റൻസും അതുപോലെ തീറ്റയും. ഇപ്പോൾ ഈ പാർട്ടിക്കിൾ കേസിൽ ഇത് തന്നെ എടുക്കാം. നമുക്ക് ഒറിജിനുള്ള ഡിസ്റ്റൻസ് സെൻറ്ററായിട്ട്, ഒറിജിനായിട്ട് സെൻറ്റർ എടുക്കാം. ഈ സർക്കിളിൻ്റെ സെൻറ്റർ, ആ ഡിസ്റ്റൻസ് ആണ് ആറ്. ആൻഡ് ദ ആംഗിൾ ഓഫ് ദ പാർട്ടിക്കിൾ ഇത് റെഫറൻസ് ആയിട്ട് എടുക്കാം, തീറ്റ ആംഗിൾ. ഓക്കെ, ഇവിടെ 6 കോൺസ്റ്റൻ്റ് ആണ്. പാർട്ടിക്കിൾ മൂവ് ചെയ്യുമ്പോഴെല്ലാം 6 കോൺസ്റ്റൻ്റ് ആണ്. ഓക്കെ, അതുകൊണ്ട് തീറ്റയാണ് ഇവിടുത്തെ വേരിയബിളായിട്ട് വരുന്നത്. തീറ്റ ഈസ് ഓൺലി ദ വേരിയബിൾ. ഓക്കെ, ഈ പാർട്ടിക്കിളിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി തീറ്റ മാത്രം മതി. ആർ ഇസ് എ കോൺസ്റ്റൻറ്റ് വാല്യൂ. അപ്പോൾ തീറ്റയാണ്. പ്ലെയിൻ പോളാർ കോർഡിനേറ്റ്സ് എടുക്കുകയാണെങ്കിൽ അവിടെ തീറ്റയാണ് ജനറലൈസ്ഡ് കോർഡിനേറ്റ്സ്. അപ്പോൾ ഒരു സിസ്റ്റത്തെ നമുക്ക് കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സിൽ തന്നെ ചെയ്യണമെന്നില്ല. പ്ലെയിൻ പോളാർ കോർഡിനേറ്റ്സോ സിലിണ്ട്രിക്കൽ പോളാർ കോർഡിനേറ്റ്സോ അല്ലെങ്കിൽ സ്പെറിക്കൽ പോളാർ കോർഡിനേറ്റ്സോ ഒക്കെ യൂസ് ചെയ്യാം. അവിടെ എത്ര മിനിമം കോർഡിനേറ്റ്സ് വേണം ഒരു സിസ്റ്റത്തെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി, ആ മിനിമം നമ്പർ ഓഫ് കോർഡിനേറ്റ്സിനെയാണ് നമ്മൾ ജനറലൈസ്ഡ് കോർഡിനേറ്റ്സ് എന്ന് പറയുക. ഈ കോർഡിനേറ്റ്സ് ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം. നേരത്തെ പറഞ്ഞ പോലെ എക്സ് ഇവിടെ ഇൻഡിപെൻഡൻറ്റ് കോർഡിനേറ്റ് ആയിട്ട് എടുക്കാം, വൈ ഡിപെൻഡൻറ്റ് കോർഡിനേറ്റ് ആണ്, ബിക്കോസ് ദർ ഇസ് എ റിലേഷൻ കണക്റ്റിംഗ് എക്സ് ആൻഡ് വൈ. അപ്പോൾ ഈ കേസിൽ ഒരു ജനറലൈസ്ഡ് കോർഡിനേറ്റ് ആണുള്ളത്, അത് എക്സ് ആണ്. അല്ലെങ്കിൽ പോളാർ കോർഡിനേറ്റ്സ് പറയുകയാണെങ്കിൽ നമുക്ക് പറയാം അത് തീറ്റയാണ്. യെസ്, നമുക്ക് വളരെ കോമൺ ആയിട്ടുള്ളൊരു സിസ്റ്റം എടുക്കാം, സിമ്പിൾ പെൻഡുലം. ഓക്കെ, ഇതെൻ്റെ റെഫറൻസ് പോയിൻ്റാണ്. റെഫറൻസ് പോയിൻ്റ്, സപ്പോസ് പെൻഡുലം ഈസ് ഓസിലേറ്റിംഗ്. ഇപ്പോൾ ഈ പെൻഡുലത്തിന് നമുക്കറിയാം, പെൻഡുലത്തിൻ്റെ മോഷൻ ജനറലി 2 ഡയമെൻഷണൽ മോഷനാണ്. ഇറ്റ് മൂവ്സ് അലോങ് എ പ്ലെയിൻ. ഓക്കെ, ഒരു പ്ലെയിനിലാണ് മൂവ്. അപ്പോൾ ഇതിന് 2 കോർഡിനേറ്റ്സ് വരെ, എക്സും വൈയും അല്ലേ. ദിസ് ഈസ് ദ എക്സ് ആൻഡ് ദിസ് ഈസ് ദ വൈ കോർഡിനേറ്റ്. ഓക്കെ, പക്ഷേ ഈ എക്സും വൈയും രണ്ടും ഇൻഡിപെൻഡൻ്റ് ആണോ? അല്ല. ബിക്കോസ് പെൻഡുലത്തിൻ്റെ ലെങ്ത് എല്ലാം ആണെങ്കിൽ ദർ ഇസ് എൻ ഇക്വേഷൻ കണക്റ്റിംഗ് എക്സ് ആൻഡ് വൈ. അതേതാ? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു എൽ സ്ക്വയർ എന്നുള്ള ഇക്വേഷൻ ഉണ്ട്. അപ്പോൾ എക്സ് ഇൻഡിപെൻഡൻറ്റ് കോർഡിനേറ്റ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ വൈ ഇൻഡിപെൻഡൻ്റ് അല്ല. വൈ ക്യാൻ ബി റിട്ടൺ ഇൻ ടേംസ് ഓഫ് എക്സ്. എൽ സ്ക്വയർ ആണ് അല്ലേ, എൽ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. സോ എക്സ് ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ വൈ ഡിപെൻഡൻ്റ് ആണ്. വൈ ഡിപ്പെൻഡ്സ് ഓൺ എക്സ്. സോ ഹിയർ ഓൾസോ ദർ ഇസ് ഓൺലി 1 ഇൻഡിപെൻഡൻറ്റ് കോർഡിനേറ്റ്. ഓക്കെ, അത് പോളാർ സിസ്റ്റത്തിൽ പറയുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ഇങ്ങനെ പറയാം, തീറ്റ ഈസ് ദ കോർഡിനേറ്റ്. ഓൺലി തീറ്റ ഈസ് ദ കോർഡിനേറ്റ്. എൽ ഫിക്സഡ് ആണ്, അല്ലെങ്കിൽ ആർ ഫിക്സഡ് ആണ്. സോ തീറ്റ ഈസ് ദ ഓൺലി ജനറലൈസ്ഡ് കോർഡിനേറ്റ്. അപ്പോൾ ഈ രണ്ട് സിസ്റ്റം നമ്മൾ കണ്ടത്, ഇവിടെ ഒരു ഫിക്സഡ് സർക്കിളിൽ പാർട്ടിക്കിൾ മൂവ് ചെയ്യുമ്പോൾ
ഒരു കോർഡിനേറ്റാണ് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള കോർഡിനേറ്റ്, ഒരു ജനറലൈസ്ഡ് കോർഡിനേറ്റും മതി. ഇവിടെ സിമ്പിൾ പെൻഡുലത്തിൻ്റെ കേസിലും ഒരു ജനറലൈസ്ഡ് കോർഡിനേറ്റ് മതി. ഓക്കെ, അങ്ങനെ മിനിമം നമ്പർ ഓഫ് കോർഡിനേറ്റ്സ് യൂസ് ടു എക്സ്പ്ലെയിൻ ദ സിസ്റ്റം കംപ്ലീറ്റ്ലി, ഇറ്റ് ഈസ് നോൺ ആസ് എ ജനറലൈസ്ഡ് കോർഡിനേറ്റ്സ്. ഓക്കെ, ഒരു പാർട്ടിക്കുലർ സ്ഫിയറിൻ്റെ സർഫസിലാണ് മൂവ് ചെയ്യുന്നതെന്ന് ഇരിക്കുക. ഒരു പാർട്ടിക്കുലർ സ്ഫിയറിൻ്റെ സർഫസിലാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ നമുക്കറിയാം അവിടെ പാർട്ടിക്കിളിന് 3 ഡയമെൻഷണൽ കേസാണ്, സ്ഫിയർ ആണത്. അങ്ങനെ വരുമ്പോൾ ദ പാർട്ടിക്കിൾ ഓൾവേസ് ഷുഡ് സാറ്റിസ്ഫൈ ദ ഇക്വേഷൻ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ ഈക്വൽ ടു ദ റേഡിയസ് സ്ക്വയർ. ഓക്കെ, ഇതൊരു കോൺസ്റ്റൻ്റ് ആണ്. അങ്ങനെ വരുമ്പോൾ നമുക്കൊരു റിലേഷൻ ഉണ്ട് തമ്മിൽ. അപ്പോൾ അവിടെ 2 ഇൻഡിപെൻഡൻറ്റ് കോർഡിനേറ്റ്സ് വരുള്ളൂ. എക്സും വൈയും നമുക്ക് അറിയുകയാണെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? സെഡ് കണ്ടുപിടിക്കാൻ പറ്റും. സോ ദ ഡിഗ്രി ഓഫ് ഫ്രീഡം അല്ലെങ്കിൽ ജനറലൈസ്ഡ് കോർഡിനേറ്റ്സ്, ഡിഗ്രി ഓഫ് ഫ്രീഡത്തിലേക്ക് ഞാൻ വരാം. ഡിഗ്രി ഓഫ് ഫ്രീഡം എന്നുള്ളത് ജനറലൈസ്ഡ് കോർഡിനേറ്റ്സ് തന്നെയാണ്. അപ്പോൾ ഇവിടുത്തെ ജനറലൈസ്ഡ് കോർഡിനേറ്റ്സ് എത്രയാണ്? ദർ ആർ 2 ജനറലൈസ്ഡ് കോർഡിനേറ്റ്സ്. ഇവിടെ നമ്മൾ പറഞ്ഞു 1 ജനറലൈസ്ഡ് കോർഡിനേറ്റ്, ഇവിടെയും 1 ജനറലൈസ്ഡ് കോർഡിനേറ്റ്. ജനറലൈസ്ഡ് കോർഡിനേറ്റ്സിൻ്റെ പ്രോപ്പർട്ടീസ്. ഒന്നാമത്, ജനറലൈസ്ഡ് എന്നുള്ള വേർഡ് മീൻ ചെയ്യുന്നത് പ്രധാനമായിട്ടുള്ളൊരു കാര്യമാണ്. സാധാരണ എപ്പോഴും നമ്മൾ ചെറിയ ക്ലാസ് മുതൽ കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സ് ആണ് പരിചയിച്ച് വന്നത്. ജനറലൈസ്ഡ് എന്ന് ഉദ്ദേശിക്കുമ്പോൾ ഒന്നാമതായിട്ട് ഉദ്ദേശിക്കുന്ന ഒരു കാര്യം, അത് എപ്പോഴും കാർട്ടീഷ്യൻ ആകണമെന്നില്ല. ഇറ്റ് ക്യാൻ ബി പ്ലെയിൻ പോളാർ കോർഡിനേറ്റ്സ് ഓർ സിലിണ്ട്രിക്കൽ പോളാർ കോർഡിനേറ്റ്സ് ഓർ സ്ഫെറിക്കൽ പോളാർ കോർഡിനേറ്റ്സ്, അങ്ങനെ ഏത് കോർഡിനേറ്റ് സിസ്റ്റം വേണമെങ്കിലാകാം. രണ്ടാമത്തത്, എപ്പോഴും അത് ഇനേർഷ്യൽ ഫ്രെയിം ആകണമെന്നില്ല. നോൺ ഇനേർഷ്യൽ ഫ്രെയിംസ് ആയാലും നമുക്കറിയാം ന്യൂട്ടൻ്റെ ഫസ്റ്റ് ലോ ഒബേ ചെയ്യുന്നതാണ് ഇനേർഷ്യൽ ഫ്രെയിംസ്. നോൺ ഇനേർഷ്യൽ ഫ്രെയിംസ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ലോ ഒബേ ചെയ്യില്ല. മസ്റ്റ് ബി ഇൻഡിപെൻഡൻറ്റ് കംപ്ലീറ്റ്. ജനറലൈസ്ഡ് കോർഡിനേറ്റ്സ് ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം, കംപ്ലീറ്റ്ലി സിസ്റ്റത്തെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും വേണം. ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം, മിനിമം ആയിരിക്കണം, അല്ലേ, മിനിമം നമ്പർ ഓഫ് ഇൻഡിപെൻഡൻറ്റ് കോർഡിനേറ്റ്സ് വിച്ച് ക്യാൻ എക്സ്പ്ലെയിൻ ദ സിസ്റ്റം കംപ്ലീറ്റ്ലി. അതാണ് ജനറലൈസ്ഡ് കോർഡിനേറ്റ്സ്. ഇനി ജനറലൈസ്ഡ് കോർഡിനേറ്റ്സ് ഫോം ചെയ്യുന്ന ഒരു സ്പേസിന് നമ്മൾ കോൺഫിഗറേഷൻ സ്പേസ് എന്നാണ് പറയുക. കോൺഫിഗറേഷൻ സ്പേസ് നോക്കുക, ഒരു ഫ്രീ ആയിട്ടുള്ള പാർട്ടിക്കിൾ, അതിന് എത്ര ജനറലൈസ്ഡ് കോർഡിനേറ്റ്സ് ഉണ്ട്? 3 ജനറലൈസ്ഡ് കോർഡിനേറ്റ്സ് ഉണ്ട്, എക്സ് വൈ സെഡ്. 2 പാർട്ടിക്കിൾസ് ഉണ്ടെന്ന് വിചാരിച്ചോളൂ. ദർ ആർ 2 ഫ്രീ പാർട്ടിക്കിൾസ്. ഇതാണ് നമ്മുടെ സിസ്റ്റം. ഈ 2 പാർട്ടിക്കിൾസ് ഉള്ളതാണ് നമ്മുടെ സിസ്റ്റം എന്ന് വിചാരിക്കുക. അപ്പോൾ എത്ര കോർഡിനേറ്റ്സ് ഉണ്ട്? ഇതിന് x1 y1 z1, ഇതിന് x2 y2 ആൻഡ് z2. കറക്റ്റ് അല്ലേ? അപ്പോൾ 6 കോർഡിനേറ്റ്സ് ഉണ്ട്. ഈ 6 കോർഡിനേറ്റ്സ് സ്പാൻ ചെയ്യുന്ന സ്പേസിനെ നമുക്കത് ഇമാജിനറി സ്പേസ് ആണ്. അപ്പോൾ എന്തായാലും നമ്മൾ ഇങ്ങനെ വിചാരിക്കുക, ഈ എല്ലാ കോർഡിനേറ്റ്സും റെപ്രസെൻ്റ് ചെയ്യുന്ന ആ സ്പേസിനെ വിളിക്കുന്ന പേരാണ് എന്ത്? കോൺഫിഗറേഷൻ സ്പേസ്. എല്ലാ കോർഡിനേറ്റ്സും റെപ്രസെൻ്റ് ചെയ്യുന്ന സ്പേസിനെ വിളിക്കുന്ന പേരാണ് കോൺഫിഗറേഷൻ സ്പേസ്. ഓക്കെ, ദിസ് റെപ്രസെൻറ്റ്സ് ദ കോൺഫിഗറേഷൻ സ്പേസ്. അപ്പോൾ ആ കോൺഫിഗറേഷൻ സ്പേസിൽ പാർട്ടിക്കിളിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു പോയിൻ്റ് കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും. ഈ സിസ്റ്റത്തെ ഒരു പോയിൻ്റ് കൊണ്ട്, സിസ്റ്റം പാർട്ടിക്കിളിനല്ല, സിസ്റ്റത്തെ ഒരു പോയിൻ്റ് കൊണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് 6 ജനറലൈസ്ഡ് കോർഡിനേറ്റ്സ് ഉണ്ട്. അപ്പോൾ 6 കോർഡിനേറ്റ്സ്, 6 ആക്സസ് ഉള്ള ഒരു ഒരു സ്പേസ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്. 6 ആക്സസ് ഉള്ള ഒരു സ്പേസ്, അല്ലേ, ഒരു 6 ഡയമെൻഷണൽ സ്പേസ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്. അപ്പോൾ അതിനെയാണ് നമ്മൾ കോൺഫിഗറേഷൻ സ്പേസ് എന്ന് വിളിക്കാം. എന്താണ് ഡിഗ്രി ഓഫ് ഫ്രീഡം? ഡിഗ്രി ഓഫ് ഫ്രീഡത്തിൻ്റെ നമ്പർ ജനറലൈസ്ഡ് കോർഡിനേറ്റ്സ് നമ്പറിന് ഈക്വലാണ്. എന്താണ് ഡിഗ്രി ഓഫ് ഫ്രീഡം? ജനറൽ മീനിങ്ങിൽ ഒരു എത്ര രീതിയിലൊരു പാർട്ടിക്കിളിന് മൂവ് ചെയ്യാൻ പറ്റും. ദ നമ്പർ ഓഫ് ഇൻഡിപെൻഡൻറ്റ് വേസ് ഇൻ വിച്ച് എ മെക്കാനിക്കൽ സിസ്റ്റം ക്യാൻ മൂവ് വിത്തൗട്ട് വയലേറ്റിംഗ് എനി കൺസ്ട്രെയിൻറ്റ് ഈസ് കോൾഡ് ജനറൽ നമ്പർ ഓഫ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. എത്ര രീതിയിലൊരു പാർട്ടിക്കിൾ മൂവ് ചെയ്യാൻ പറ്റും. എക്സാമ്പിൾ പറയാം, ഒരു പാർട്ടിക്കിൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിന് എത്ര ഡിഗ്രി ഓഫ് ഫ്രീഡം ഉണ്ട്? ഇറ്റ് ക്യാൻ മൂവ് അലോങ് ദ എക്സ് ഡയറക്ഷൻ, ഇറ്റ് ക്യാൻ മൂവ് അലോങ് ദ വൈ ഡയറക്ഷൻ, ഇറ്റ് ക്യാൻ മൂവ് ഓൾസോ അലോങ് ദ സെഡ് ഡയറക്ഷൻ. സോ ഇറ്റ് ഹാസ് 3 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. ഓക്കെ, 2 പാർട്ടിക്കിൾസ് ഉണ്ടെങ്കിലോ, എ 2 പാർട്ടിക്കിൾ സിസ്റ്റം, ഈ പാർട്ടിക്കിളിന് 3 ഡിഗ്രി ഓഫ് ഫ്രീഡം ഉണ്ട്, അല്ലേ. ദർ ആർ 3 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. ഈ പാർട്ടിക്കിളും 3 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ടോട്ടലി ദർ ആർ 6 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. ടോട്ടൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഈസ് ഈക്വൽ ടു 6. 3 + 3 = 6. ഓക്കെ, ഇനി 3 ഫ്രീ ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ഉണ്ടെങ്കിലോ അവിടെ +3 കൂടി വരും, 9 ഉണ്ടാവും. അപ്പോൾ ജനറലി നമുക്കിവിടെ ഇങ്ങനെ പറയാം, നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഇൻറ്റു 3 ഡയമെൻഷണൽ സ്പേസ് ആയതുകൊണ്ട് 3n ആണ് വരുന്നത്. 3n ആണ്. ഓക്കെ, ശ്രദ്ധിക്കുക, ഇതൊരു 2 ഡയമെൻഷണൽ സ്പേസ് ആണെങ്കിൽ നമുക്ക് എന്താ വരിക? 2n ആണ് വരിക. 2n. ഓക്കെ, അതുകൊണ്ടാണ് ജനറലി ഞാനിവിടെ d എന്ന് എഴുതിയത്. വേർ d ഈസ് ദ ഡയമെൻഷനാലിറ്റി ഓഫ് ദ സ്പേസ്.
ഓക്കെ. അപ്പോൾ ജനറലി നമ്മൾ സംസാരിക്കുമ്പോൾ ഡയമെൻഷൻ, സ്പേസിൻ്റെ ഡയമെൻഷൻ സാധാരണ രീതിയിൽ പറയാറില്ല. എന്തുകൊണ്ടാണ്? നമുക്കറിയാം സ്പേസ് 3 ഡയമെൻഷനിലാണ്. ഓക്കെ. പക്ഷേ നമ്മളോട് 2 ഡയമെൻഷൻ സ്പേസിൻ്റെയോ അല്ലെങ്കിൽ 4 ഡയമെൻഷൻ സ്പേസോ ഒക്കെ വേണമെങ്കിൽ ചോദിച്ചേക്കാം. അപ്പോൾ ജനറലി നമ്മൾ ഡി എന്നാണ് എഴുതുക, ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്നുള്ളത്. ഫ്രീ പാർട്ടിക്കിൾസിനാണ് ഡി എൻ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം വരിക. ഒരു കാര്യം ആലോചിച്ച് നോക്കുക, ഇവിടെ നമ്മൾ പറഞ്ഞു 2 പാർട്ടിക്കിൾസ് ഉണ്ട്. അപ്പോൾ 3 × 2 6 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. 3 ഫ്രീ പാർട്ടിക്കിൾസ് ഉണ്ടെങ്കിൽ 3 × 3 9 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. 9 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം വരും. പക്ഷേ ഈ പാർട്ടിക്കിൾസ് തമ്മിലൊരു ലെങ്ത് ഉണ്ട്. സപ്പോസ് ഇറ്റ് ഈസ് ലൈക്ക് എ മോളിക്യൂൾ. ഒരു മോളിക്യൂൾ പോലെയാണ്, അല്ലെ, ഒരു ഡയാറ്റോമിക് മോളിക്യൂൾ പോലെയാണ്. അല്ലെങ്കിൽ 2 പാർട്ടിക്കിൾസ് തമ്മിലൊരു ദർ ഇസ് എ റോഡ് ബിറ്റ്വീൻ ദ 2 പാർട്ടിക്കിൾസ്. ഒരു റോഡ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നത് തമ്മിൽ ഈ ഡിസ്റ്റൻസ് കോൺസ്റ്റൻ്റ് ആണ്. ദിസ് ഡിസ്റ്റൻസ് ഈസ് എ കോൺസ്റ്റൻറ്റ്. ഓക്കെ. ആ ഡിസ്റ്റൻസ് കോൺസ്റ്റൻ്റ് ആയി. അങ്ങനെ വരുമ്പം ദർ ഇസ് എ റിലേഷൻ ബിറ്റ്വീൻ ദിസ് കോർഡിനേറ്റ്സ്. അല്ല, ഈ ഡിസ്റ്റൻസ് കോൺസ്റ്റൻറ്റ്. ഈ ഡിസ്റ്റൻസിന് നമുക്ക് ഞാൻ ഡി എന്ന് എഴുതാം. ഈ ഡിസ്റ്റൻസിനെ എങ്ങനെ എഴുതാം? നമ്മളിങ്ങനെ എഴുതാറുണ്ട്, √(x2 - x1) ഹോൾ സ്ക്വയർ പ്ലസ്, അല്ലേ, y2 - y1 ഹോൾ സ്ക്വയർ പ്ലസ് z2 - z1 ഹോൾ സ്ക്വയർ. റൂട്ടിൻ്റെ ഉള്ളിലാണ് ഞാൻ താഴെ എഴുതിയെന്നുള്ളൂ. ഓക്കെ. അപ്പോൾ ഈ ദർ ഇസ് എ റിലേഷൻ ബിറ്റ്വീൻ ദിസ് കോർഡിനേറ്റ്. അങ്ങനെ വരുമ്പോൾ അതൊരു കൺസ്ട്രെയിൻ്റായി, ഒരു കൺസ്ട്രെയിൻ്റ് ആയിട്ട് മാറി. ആ ഡിസ്റ്റൻസ് മാറാതെ വേണം മൂവ് ചെയ്യാൻ. ആ ഡിസ്റ്റൻസ് മാറാതെ പാർട്ടിക്കിളിന് മൂവ് ചെയ്യണം. അപ്പോൾ അതിനെന്ത് ചെയ്തു? ഒരു കൺസ്ട്രെയിൻറ്റ് വന്നു. അപ്പോൾ അതിൻ്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം ഒന്ന് കുറഞ്ഞു. എത്ര കുറഞ്ഞു? ഡിഗ്രി ഓഫ് ഫ്രീഡം ഇപ്പോൾ 3n ആയിരുന്നു ഡിഗ്രി ഓഫ് ഫ്രീഡം, അല്ലേ, 6 ആയിരുന്നു ഡിഗ്രി ഓഫ് ഫ്രീഡം, അല്ലേ, ഈ പാർട്ടിക്കിളിന്, അല്ലേ, 6 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആയിരുന്നു. അതൊന്നൊന്ന് കുറഞ്ഞു. കൺസ്ട്രെയിൻറ്റ് വന്നപ്പോൾ 5 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആയി. അപ്പോൾ ഇവിടെ ഒരു കൺസ്ട്രെയിൻറ്റ് ഇക്വേഷനാണ്. ശ്രദ്ധിക്കുക, ഹോളോനോമിക് ആയിരിക്കണം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു, ഹോളോനോമിക് ഇക്വേഷൻ ആയിരിക്കും. കൺസ്ട്രെയിൻറ്റ് ഇക്വേഷൻ വന്നാൽ മാത്രമാണ് ഡിഗ്രി ഓഫ് ഫ്രീഡം സബ്ട്രാക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇനീക്വാലിറ്റി വന്നാൽ, നോൺ ഹോളോനോമിക് കൺസ്ട്രെയിൻറ്റ് വന്നാൽ ഡിഗ്രി ഓഫ് ഫ്രീഡം കുറയില്ല. ഓക്കെ. കൺസ്ട്രെയിൻറ്റ് ഇക്വേഷൻ വരണം, അല്ലെങ്കിൽ ഹോളോനോമിക്, വേറെ ഇത് പറഞ്ഞാൽ ഹോളോനോമിക് കൺസ്ട്രെയിൻ്റ് ആയിരിക്കണം. അങ്ങനെ വരുമ്പോൾ ഡിഗ്രി ഓഫ് ഫ്രീഡം ഒന്ന് കുറയും. അപ്പോൾ ജനറലി നമ്മൾ എഴുതുന്നത് ഇങ്ങനെയാണ് ഫോമുല, dn - k, അല്ലെങ്കിൽ 3 ഡയമെൻഷനിൽ നമുക്ക് എങ്ങനെ എഴുതാം? 3n - k എന്ന് എഴുതാം. വേർ k ഈസ് ദ നമ്പർ ഓഫ് ഹോളോനോമിക് കൺസ്ട്രെയിൻറ്റ്സ്. ഓക്കെ. അപ്പോൾ ഇവിടെ ഒരു 3 പാർട്ടിക്കിൾസ് ഉണ്ടെന്ന് വയ്ക്കുക. സപ്പോസ് ദേ ആർ ഫിക്സഡ് ബൈ റിജിഡ് റോഡ്സ്. ദീസ് 3 പാർട്ടിക്കിൾസ് ആർ ഫിക്സഡ് ബൈ റിജിഡ് റോഡ്സ്. റിജിഡ് റോഡ്സ് ആണെന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസുകൾ മാറാൻ പറ്റില്ല. 3 ഡിസ്റ്റൻസുകൾ വന്നു തമ്മിൽ. ഓക്കെ. 3 പാർട്ടിക്കിൾ. അപ്പോൾ എത്ര ഡിഗ്രി ഓഫ് ഫ്രീഡം ഉണ്ടാവും? ഹൗ മച്ച് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആർ ദർ? 3 ഡയമെൻഷൻ സ്പേസ് ആണ് ഉദ്ദേശിച്ചത്. 3 × 3n - k എന്നാണ്. 3 × എത്ര നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്? 3 ആണ്. മൈനസ് k എത്രയാ? ഈ ഡിസ്റ്റൻസ് കോൺസ്റ്റൻറ്റ്, ഈ ഡിസ്റ്റൻസ്, 3 ഡിസ്റ്റൻസ് കൺസ്ട്രെയിൻ്റ് ആയിട്ട് വരികയാണ്. ഓക്കെ. സോ ഇറ്റ് ഈസ് 3. സോ 9 - 3 6 ആണ് ഇവിടുത്തെ ഡിഗ്രി ഓഫ് ഫ്രീഡം. അപ്പോൾ 3 കൺസ്ട്രെയിൻറ്റ്സ് വന്നപ്പോൾ ഡിഗ്രി ഓഫ് ഫ്രീഡം കുറഞ്ഞു. ഓക്കെ. അപ്പോൾ ജനറലി നമുക്ക് ഈ ഫോമുല യൂസ് ചെയ്യാം, ഡിഗ്രി ഓഫ് ഫ്രീഡം. ഓക്കെ. n എന്ന് എഴുതാം, അല്ലെങ്കിൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഞാൻ DOF എന്ന് എഴുതാം. Degrees of freedom dn - k ആണ്. Where d is the dimensionality of the space, n is the number of particles, k is the number of holonomic constraints. അപ്പോൾ ഇതാണ് ഡിഗ്രി ഓഫ് ഫ്രീഡത്തിൻ്റെ ഐഡിയ. നമ്മളിനി ക്വസ്റ്റ്യൻസിലേക്ക് പോവാണ്. മുമ്പ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. A system of n particles is subjected to k constraints, k independent constraints. The number of degrees of freedom of the system നമ്മൾ ഓൾറെഡി കണ്ടതാണ്. ജനറലി 3 ഡയമെൻഷൻ സ്പേസ് ആണ്. അപ്പോൾ 3n - k ആണ് ഇവിടെ വരുന്ന നമ്പർ ഓഫ് number of degrees of freedom. 3n - k ആണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. The number of degrees of freedom of an ant free to move on the surface of a sphere. ഒരു സ്ഫിയറിൻ്റെ സർഫസിൽ ആൻറ്റ് മൂവ് ചെയ്യാണ്. ഓക്കെ. ആൻറ്റ് മൂവ് ചെയ്യുന്ന സ്ഫിയറിൻ്റെ സർഫസിലാണ്. സോ ഓൾവേസ് ഇറ്റ് ഹാസ് ടു സാറ്റിസ്ഫൈ ദ ഇക്വേഷൻ x² + y² + z² ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ് ഓർ r². ഓക്കെ. അപ്പോൾ ഇതൊരു കൺസ്ട്രെയിൻ്റ് ആണ്. എത്ര കൺസ്ട്രെയിൻസ് ഉണ്ട്? ഒരു കൺസ്ട്രെയിൻ്റ് ഇക്വേഷൻ ഉണ്ട്. ഓക്കെ. ശരിക്ക് സ്ഫിയർ എന്ന് പറയുമ്പോൾ 3 ഡയമെൻഷനിലാണല്ലോ, അല്ലേ? സ്ഫിയർ എന്ന് പറയുമ്പോൾ 3 ഡയമെൻഷനിലാണ്. അപ്പോൾ എന്ത് വരും? പാർട്ടിക്കിൾ എത്രയാണ്? ആൻ ആൻറ്റ്, ഒരു പാർട്ടിക്കിളുള്ളൂ. നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഈസ് 1. ജനറലി ദ സ്പേസ് ഈസ് 3 ഡയമെൻഷൻ. സോ 3n - k, 3 × 1 particle - 1 constraint. So degrees of freedom is 2. 2 degrees of freedom ആണ് ആ പാർട്ടിക്കിൾ ആൻറ്റിനുള്ളത്. ഓക്കെ. 3 point masses are connected by 3 identical springs with spring constant k. The number of degrees of freedom of the system is. ഓക്കെ. ഇവിടെ നോക്കൂ, സ്പ്രിങ്സ് വഴിയാണ് കണക്റ്റഡ് ആയിട്ടുള്ളത്. 3 പാർട്ടിക്കിൾസ് ഉണ്ട്, ബട്ട് ദേ ആർ കണക്റ്റഡ് ബൈ സ്പ്രിങ്സ്.
നേരത്തെ ഞാൻ റോഡിൻ്റെ കേസ് പറഞ്ഞിരുന്നു അല്ലേ. അപ്പോൾ 3 റോഡ് ഓരോ കൺസ്ട്രെയിൻ്റ് ആയിട്ട് മാറും അല്ലേ. 3 അവിടെ ഫിക്സഡ് ഡിസ്റ്റൻസ് വന്നിരുന്നു. പക്ഷേ ഇവിടെ നോക്കൂ, ഈ പാർട്ടിക്കിൾസിനെ കണക്ട് ചെയ്യുന്ന സ്പ്രിങ്ങുകളാണ്. സ്പ്രിങ്ങുകൾ എന്ന് പറയുന്നത് കോൺസ്റ്റൻറ്റ് ലെങ്ത് അല്ല, ഇത് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ദിസ് വിൽ നോട്ട് പ്രൊഡ്യൂസ് എ ഹോളോണോമിക് കൺസ്ട്രെയിൻ. അപ്പോൾ ഇവിടെ നമുക്ക് ഇത് കൺസ്ട്രെയിൻസ് ആയിട്ട് പറയാൻ പറ്റില്ല, ബിക്കോസ് അത് ഫിക്സഡ് ലെങ്ത് അല്ല. പാർട്ടിക്കിൾ ഇങ്ങനെ മൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, വൈബ്രേറ്റ് ചെയ്യാൻ പറ്റും. സോ നമുക്ക് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എഴുതുമ്പോൾ എത്ര വരിക? 3 × n - k അല്ലേ. 3 × 3 പാർട്ടിക്കിൾസ് - 0 കൺസ്ട്രെയിൻസ്. ഓക്കെ, 9 ആണ് ഇവിടുത്തെ ഡിഗ്രി ഓഫ് ഫ്രീഡം വരിക. ദർ ആർ 9 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഫോർ ദ സിസ്റ്റം. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദ നമ്പർ ഓഫ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഓഫ് എ റിജിഡ് ബോഡി. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പലതവണ ക്വസ്റ്റ്യൻ പേപ്പറുകളിലൊക്കെ കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. നമ്പർ ഓഫ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഓഫ് എ റിജിഡ് ബോഡി. നമ്മൾ നേരത്തെ ഒരു കേസ് പറഞ്ഞിരുന്നു. ഇവിടെ 3 പാർട്ടിക്കിൾസ് ദേ ആർ ഫിക്സ്ഡ് ബൈ റിജിഡ് റോഡ്സ് ആണ്. അങ്ങനെ വരുമ്പം 3 പാർട്ടിക്കിൾസ് ഉണ്ട്, പക്ഷേ ഡിഗ്രി ഓഫ് ഫ്രീഡം 6 ആണ്. ആക്ച്വലി നമ്മൾ നോക്കിയാൽ ദിസ് ബിക്കംസ് എ റിജിഡ് ബോഡി. ഇതൊരു റിജിഡ് ബോഡി ആയിട്ട് മാറി. കാരണം എന്താ? ഒരു പാർട്ടിക്കിളിന് പോലും റിലേറ്റീവായിട്ട് മൂവ് ചെയ്യാൻ പറ്റില്ല. എന്ത് റിജിഡ് ബോഡി ഡെഫിനിഷൻ? റിജിഡ് ബോഡി, ഇറ്റ് ഹാസ് എ ഡെഫിനിറ്റ് ഷേപ്പ് ആൻഡ് സൈസ് and the distance between any 2 particles of the rigid body remains constant even on the application of force apply ചെയ്താൽ പാർട്ടിക്കിൾസ് തമ്മിൽ ഡിസ്റ്റൻസ് മാറില്ല. ഓക്കെ, ജനറലി മൂവ് ചെയ്യാനുള്ളൊരു ഫോഴ്സാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ ആലോചിച്ച് നോക്ക്, 3 പാർട്ടിക്കിൾസ് ഉണ്ട്, അത് തമ്മിൽ ഡിസ്റ്റൻസ് ഫിക്സ്ഡ് ആണ്. ബിക്കോസ് ഇറ്റ് ഈസ് സെഡ് ദാറ്റ് ദേ ആർ കണക്റ്റഡ് ബൈ റിജിഡ് റോഡ്സ്. ഓക്കെ, അപ്പോൾ ദിസ് ഈസ് എ റിജിഡ് ബോഡി. ഇങ്ങനെ 3 പാർട്ടിക്കിൾ തമ്മിൽ ഡിസ്റ്റൻസ് കോൺസ്റ്റൻ്റ് റിജിഡ് ബോഡി ആയി. ഇനി 4 പാർട്ടിക്കിൾ ഉണ്ടെങ്കിലോ എഗെയിൻ ഇറ്റ് ഈസ് എ റിജിഡ് ബോഡി. 4 പാർട്ടിക്കിൾസ്. ഇപ്പോൾ 3 കിട്ടിയപ്പോൾ നമുക്ക് എത്ര കിട്ടിയ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം? 6 അല്ലേ കിട്ടിയ? 4 പാർട്ടിക്കിൾസ്, 4 ഫിക്സഡ് ഡിസ്റ്റൻസ് ഉണ്ട്. 1 2 3 4. ഈ ഡിസ്റ്റൻസുകളെല്ലാം കോൺസ്റ്റൻ്റ് ആണ്, ഫിക്സഡ് ഡിസ്റ്റൻസുകളാണ് 4 പാർട്ടിക്കിൾ. ഇതിൻ്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എത്ര കിട്ടുക? നേരത്തെ 3 നമുക്ക് എത്ര കിട്ടിയ? 6 അല്ലേ. ഇത് കാൽക്കുലേറ്റ് ചെയ്താലും 6 കിട്ടുക, ബിക്കോസ് ഇറ്റ് ഈസ് എ റിജിഡ് ബോഡി അല്ലേ. ഇവിടെ നമുക്ക് എത്ര കിട്ടി? 3 × 3 - 3 6. ഇവിടെ എത്ര കിട്ടാം നോക്കൂ? 3n - k എത്രയാണ്? 3 × how many particles are there? 4 particles minus how many constraints are there? Sorry, the distance between all the particles constant. എല്ലാ പാർട്ടിക്കിൾസ് തമ്മിൽ ഡിസ്റ്റൻസ് കോൺസ്റ്റൻ്റ് ആണെങ്കിൽ ഈ ഡിസ്റ്റൻസ് കണ്ട, ഈ ഡിസ്റ്റൻസ് മാറാൻ പാടില്ല. ഇപ്പോൾ കറക്റ്റ് എല്ലാ പാർട്ടിക്കിൾസ് തമ്മിൽ റിലേഷൻ ആയില്ലേ? ഇത്രയും ഡിസ്റ്റൻസ് അല്ലേ വരയ്ക്കാൻ പറ്റുള്ളൂ? അതെ, എല്ലാ പാർട്ടിക്കിൾസും കണക്ട് ചെയ്തു. അപ്പോൾ ഇവിടെ 6 ഡിസ്റ്റൻസ് വരുന്നുണ്ട്, 6 കൺസ്ട്രെയിൻസ് വരുന്നുണ്ട്. അപ്പോൾ 12 - 6. ഓക്കെ, ഇനി ഒരു പെൻറ്റഗണിൽ എല്ലാ കോർണറിലും പാർട്ടിക്കിൾസ് ഉണ്ട് വയ്ക്കുക. 5 പാർട്ടിക്കിൾസ് ഉണ്ട്. ഓക്കെ, അവിടെയും ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എനി 2 പാർട്ടിക്കിൾസ് ഈസ് എ കോൺസ്റ്റൻറ്റ് വരികയാണെങ്കിൽ 6 തന്നെയാണ് വരിക. അപ്പോൾ ജനറലൈസ് നിങ്ങൾക്ക് എഴുതാം, ഒരു റിജിഡ് ബോഡിയുടെ നമ്പർ ഓഫ് കൺസ്ട്രെയിൻസ് എത്രയാണ്? നമ്പർ ഓഫ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എത്രയാണ്? ഇറ്റ് ഈസ് ഓൾവേസ് 6. ഓക്കെ, ഒന്നും നോക്കണ്ട. ഏതായി 6 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് ഉദ്ദേശിക്കുന്നത്? 3 ട്രാൻസ്ലേഷൻ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ട്, പ്ലസ് 3 റൊട്ടേഷൻ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ട്. ഓക്കെ, ദ റിജിഡ് ബോഡി ക്യാൻ ട്രാൻസ്ലേറ്റ് അലോങ് x ഡയറക്ഷൻ ഓർ y ഡയറക്ഷൻ ഓർ z ഡയറക്ഷൻ. 3 ട്രാൻസ്ലേഷൻ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. And the rigid body can rotate along x-axis, y-axis or z-axis. 3 rotation degrees of freedom. അതാണ് ടോട്ടലി 6 degrees of freedom റിജിഡ് ബോഡിക്ക്. ഓക്കെ, 6 degrees of freedom. നമ്മൾ പറഞ്ഞ 3 ഡയമെൻഷണൽ കേസാണ്. ഇനി ജനറലി ഏത് ഡയമെൻഷണൽ സ്പേസിലും നമുക്ക് റിജിഡ് ബോഡിക്ക് ചെയ്യാൻ പറ്റും. അതിൻ്റെ ഒരു ഇക്വേഷൻ ഉണ്ട്, അത് ഞാൻ ലാസ്റ്റ് പറയാം, അടുത്ത ക്വസ്റ്റ്യൻ കൂടി പറഞ്ഞതിന് ശേഷം പറയാം. ഓക്കെ, ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് ഫോർ എ പെർട്ടിക്കുലർ സിസ്റ്റം വൺ ഓഫ് ദ ജനറലൈസ്ഡ് കോർഡിനേറ്റ്സ് ഇസ് ആംഗിൾ. നമ്മൾ ജനറലൈസ്ഡ് കോർഡിനേറ്റ്സ് പറയുമ്പോൾ അവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയുള്ളതെന്ന് വെച്ചാൽ, ജനറലൈസ്ഡ് കോർഡിനേറ്റ് എന്ന് പറയുമ്പോൾ അത് ലെങ്ത് ആണ് നിർബന്ധമില്ല, ലെങ്ത്തിൻ്റെ ഡയമെൻഷൻ്റെ ആണ് നിർബന്ധമില്ല. ഇറ്റ് ക്യാൻ ബി എനിത്തിങ് എന്നാണ്. ഒരു സ്കാലർ ക്വാണ്ടിറ്റി പോലും ആകാൻ പറ്റും, അതിന് വെലോസിറ്റി ഡയമെൻഷൻ പറ്റും. ഓക്കെ, ഇറ്റ് ക്യാൻ ബി ആംഗിൾ ഡയമെൻഷൻലെസ് അല്ലേ? ഡയമെൻഷൻലെസ് ആണ്. ഓക്കെ, അപ്പോൾ ജനറലൈസ്ഡ് കോർഡിനേറ്റ് എന്ന് പറയുമ്പോൾ ഇറ്റ് നീഡ് നോട്ട് ഹാവ് ദ ഡയമെൻഷൻസ് ഓഫ് വാട്ട് ലെങ്ത്. ഓക്കെ, എപ്പോഴും പൊസിഷൻ ആകണമെന്നില്ല, ലെങ്ത് ആകണമെന്നില്ല, അത് ആംഗിൾ ആകാം, വെലോസിറ്റി ആകാം. ഓക്കെ, അതാണ് ജനറലൈസ്ഡ്. ഓക്കെ, ജനറലൈസ്ഡ് എന്ന് പറയുമ്പോൾ 2 മീനിങ്, ഒന്ന് കാർട്ടീഷ്യൻ ആകണം നിർബന്ധമില്ല, രണ്ടാമത്തെ മീനിങ് ആണ് അത് ലെങ്ത് തന്നെ ആകണമെന്ന് നിർബന്ധമില്ല. ഓക്കെ, വാട്ട് ആർ ദ ഡയമെൻഷൻസ് ഓഫ് ദ കറസ്പോണ്ടിങ് ജനറലൈസ്ഡ് ഫോഴ്സ്? ഇപ്പോൾ ആംഗിൾ, കോർഡിനേറ്റിൻ്റെ വരെ ആംഗിളാണ് സാധാരണ നമ്മൾ കോർഡിനേറ്റ് എക്സ് അല്ലേ, വെലോസിറ്റി. അപ്പോൾ വെലോസിറ്റി എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ്
പിന്നെ ആക്സലേഷനാണ് നമ്മൾ പറയാം അല്ലേ, എക്സ് ഡബിൾ ഡോട്ട് അല്ലേ. ഫോഴ്സ് എന്ന് പറഞ്ഞാൽ മാസ് ഇൻറ്റു ആക്സലേഷൻ, എം എക്സ് ഡബിൾ ഡോട്ട്, ഇങ്ങനെയാണ് പറയാം അല്ലേ. ഇതിന് പകരം അപ്പോൾ കോർഡിനേറ്റ് പൊസിഷൻ ആകുമ്പോൾ കാര്യം പറഞ്ഞത്. ആംഗിളാണെങ്കിൽ എന്ത് വരും, വെലോസിറ്റി എന്ന് പറയുമ്പോൾ അതിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് ആണ് തീറ്റ ഡോട്ട്. തീറ്റ ഡോട്ടിന് നമ്മൾ എന്താ പറയുക, ഒമേഗ, ആംഗുലർ വെലോസിറ്റി. ഓക്കെ. ആക്സലേഷൻ എന്താ പറയുക, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലർ വെലോസിറ്റി, അതിന് ആംഗുലർ ആക്സലേഷൻ അല്ലേ പറയാം, തീറ്റ ഡബിൾ ഡോട്ട്. ഓക്കെ. ആംഗുലർ ആക്സലേഷൻ ഇൻറ്റു ഇത് നമുക്കറിയാം, റൊട്ടേഷൻ മോഷനാണ് വരുന്നത്. അവിടെ ടോർക്ക് എന്നൊരു ക്വാണ്ടിറ്റിയിൽ വരിക ഐ ആൽഫ. മാസിൻ്റെ പകരം വരുന്ന ക്വാണ്ടിറ്റി ഏതാ, മൊമെൻ്റ് ഓഫ് ഇനേഷ്യാണ് റൊട്ടേഷനിൽ. അപ്പോൾ ഐ ആൽഫയാണ് വരിക. അപ്പോൾ ടോർക്കാണ് വരിക, ഫോഴ്സിന് പകരം എന്താ വരിക. ഓക്കെ. കറസ്പോണ്ടിങ് ജനറലൈസ്ഡ് ഫോഴ്സ് ജനറലൈസ്ഡ് ഫോഴ്സിന് പകരം എന്ത് വരും, ടോർക്ക് വരും. ഓക്കെ. ആംഗിൾ വരുമ്പോൾ ജനറലൈസ്ഡ് ഫോഴ്സിന് പകരം ടോർക്ക് വരും. ഓക്കെ. അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കിപ്പോയാൽ മതി. ഓക്കെ. ഇതിൽ പല ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ജനറലൈസ്ഡ് കോർഡിനേറ്റിന് പകരം വെലോസിറ്റി ആണെങ്കിൽ ജനറലൈസ്ഡ് വെലോസിറ്റിക്ക് പകരം എന്തായിരിക്കും, അങ്ങനെ ചോദിക്കാറുണ്ട്. അപ്പോൾ ജനറലൈസ്ഡ് കോർഡിനേറ്റിന് പകരം വെലോസിറ്റി ആണെങ്കിൽ, കോർഡിനേറ്റിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ജനറലൈസ്ഡ് വെലോസിറ്റി കിട്ടുക. ദാറ്റ് വിൽ ബി ആക്സലേഷൻ. കോർഡിനേറ്റിന് പകരം വെലോസിറ്റി ആണെങ്കിൽ വെലോസിറ്റിക്ക് പകരം ആക്സലേഷൻ വരും, അതിൻ്റെ ഡെറിവേറ്റീവ് വരും, അത്രേ ഉള്ളൂ. അപ്പോൾ അത് ഒന്ന് മനസ്സിലാക്കാം. ഓക്കെ. ഇനി ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഈ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. എ റിജിഡ് ബോഡി ഇൻ എ ഡി ഡയമെൻഷൻ സ്പേസ്, ജനറൽ ഇക്വേഷനാണ്. ഡി ഡയമെൻഷൻ സ്പേസിൽ റിജിഡ് ബോഡിയുടെ ഡിഗ്രി ഓഫ് ഫ്രീഡം, ഡി ട്രാൻസ്ലേഷൻ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. നമുക്കറിയാം 3 ഡയമെൻഷനിൽ 3 ട്രാൻസ്ലേഷൻ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ട് അല്ലേ. നമുക്ക് 3 ഡയമെൻഷൻ ഒന്ന് എഴുതി നോക്കാം. 3 ഡയമെൻഷൻ അല്ലേ, 3Dയിൽ 3 അല്ലേ, ഡിക്ക് വരും 3 ആണ് വരും. നോക്കൂ, റൊട്ടേഷൻ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ട്. അതിപ്പോൾ 3 ഡയമെൻഷൻ ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, 3 × 3 - 1/2. എത്രയാണ്, 3 - 1 2 ആണ്, 2/2 എന്നുള്ളത് 1 അല്ലേ. അപ്പോൾ 3 തന്നെയല്ലേ വരുന്നത്. യെസ്. ഓക്കെ. കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അല്ലേ. ഇൻ ടോട്ടൽ, ഓക്കെ, ടോട്ടൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഇതാണ്. അതെങ്ങനെ കിട്ടുക, 3 ഡയമെൻഷനിലൊന്ന് ചെക്ക് ചെയ്യാം. 3 × 3 + 1/2, 3 × 4/2, 6. കറക്റ്റ് അല്ലേ. ഓക്കെ. ഈ ഫോമിൽ വർക്ക് ചെയ്യും. ഓക്കെ. 3 ഡയമെൻഷനിൽ മാത്രമല്ല 2 ഡയമെൻഷനിലും നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. 2 ഡയമെൻഷനിലാണെങ്കിൽ എങ്ങനെ വരും, 2 ഡയമെൻഷനിലാണെങ്കിൽ ട്രാൻസ്ലേഷൻ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എത്രയാണ്, 2 ആണ്. റൊട്ടേഷൻ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എത്രയാണ്, 2 × 2 - 1/2 ചെയ്യുമ്പോൾ എത്ര കിട്ടുക, 1 ആണ് കിട്ടുക. 2 ഡയമെൻഷനിൽ 1 റൊട്ടേഷൻ മാത്രമേ പറ്റുള്ളൂ, ഡിഗ്രി 1 റൊട്ടേഷൻ മാത്രമേ പോസിബിൾ ആയിട്ടുള്ളൂ. ടോട്ടൽ എത്ര ഉണ്ട്, ട്രാൻസ്ലേഷൻ 3 ആണ് വരിക. അത് ഈ ഫോമിൽ വെച്ച് കിട്ടും നിങ്ങൾക്ക്. ടോട്ടൽ എന്നുള്ളത് 2 × 2 + 1/2. ഹൗ മച്ച് ഈസ് ദാറ്റ്, 3 ആണ് അല്ലേ. 2 + 1 3 ആണ്. അപ്പോൾ ഈ ഫോമുല ജനറലി യൂസ് ചെയ്യും. ഒരു പ്രാവശ്യം നെറ്റ് എക്സാമിന് ചോദിച്ചിരുന്നു എത്ര റൊട്ടേഷൻ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ടായിരുന്നു. ഓക്കെ. ഇതാണ് ഫോമുല. ഒരു റിജിഡ് ബോഡിക്ക് റൊട്ടേഷൻ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഡി ഡയമെൻഷൻ സ്പേസിൽ. ഓക്കെ. അപ്പോൾ ഈ ക്ലാസ് നമ്മൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ. താങ്ക് യു.